ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിന്നക്കുട്ടി വ്ളോഗ്സ്. ഇന്നൊരു വെറൈറ്റി വീഡിയോയുമായാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് എന്നെ സഹായിക്കാൻ 2 പേരുണ്ട്, സോളമനുപ്പാപ്പനും പിന്നെ സമൃദ്ധനും. ചൂണ്ടയിട്ട് ഗ്രിൽഡ് ചെയ്യുന്നതിന്റെ വീഡിയോ നമുക്ക് കാണാം. കുക്കിങ്ങിൽ എക്സ്പേർട്ടാണ് 2 പേര്. ജോലിയോടൊപ്പം ചെറിയ കാറ്ററിംഗ് സർവീസും ഇവർ ചെയ്യുന്നുണ്ട്. ബിരിയാണിയും ഫ്രൈഡ് റൈസും ചിക്കനും ബീഫും ഒക്കെയാണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ്. പാടത്തും പറമ്പിലും ഒക്കെ വെള്ളം കയറിയതും കൊണ്ട് മീൻപിടുത്തക്കാരുടെ എണ്ണവും കൂടി. അല്ലെങ്കിൽ തന്നെ എന്റെ നാട്ടിലെ ഒരു വിനോദമാണ് ചൂണ്ടയിടൽ. കൂട്ടുകാരെ, ഞങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ചിന്നക്കുട്ടി വ്ളോഗ്സ് കാണുന്ന കുറച്ചു പേർക്കെങ്കിലും ഈ സ്ഥലം പരിചയം കാണും. കാരണം ഞങ്ങളുടെ പഴയ വീഡിയോയിലും ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട്. ഇത് ചെങ്ങന്നൂരിൽ അടുത്തുള്ള പൂമലച്ചാൽ എന്ന സ്ഥലമാണ്. എന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ പോലും ഈ സ്ഥലം കാണാൻ കഴിയും. പല സ്ഥലങ്ങളിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. വൈകിട്ട് ആൾക്കാർ കൂടുന്ന ഒരു പാലമാണിത്. കല്ലുവരുമ്പ് പാലം എന്നാണ് അറിയപ്പെടുന്നത്. കിരീടം സിനിമയിലെ പാലം പോലെ ഈ പാലവും ഭാവിയിൽ ഫേമസ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം സർക്കാരിന്റെ ഒരു ടൂറിസം പദ്ധതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങും നടപ്പാതയും അങ്ങനെ പല പദ്ധതികളും ഉണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഗ്രിൽഡ് ഫിഷ്. ഇടയ്ക്ക് ഞാനൊന്ന് വഴി മാറി സഞ്ചരിച്ചു പോയി. നാടിനെ കുറിച്ചും വീടിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ ആരായാലും കാട് കയറിപ്പോകും, ശരിയല്ലേ? സോളമനുപ്പാപ്പൻ ഇവിടെ മീൻ വെട്ടി തകർക്കുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ ഈ ഷെഫ് ലെഫ്റ്റ് ഹാൻഡറാണ്. ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടി. പറയട്ടെ: ഐസക് ന്യൂട്ടൺ, മഹാത്മാഗാന്ധിജി, മദർ തെരേസ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ചാർലി ചാപ്ലിൻ, നരേന്ദ്രമോദി, സച്ചിൻ തെണ്ടുൽക്കർ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. എനിക്കറിയുന്ന പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സച്ചിൻ ആണെങ്കിൽ ബാറ്റിങ്ങിനും ബൗളിങ്ങിനും റൈറ്റ് ഹാൻഡും, റൈറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡുമാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഗ്രിൽഡ് ഫിഷിനുള്ള കനൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള കറികൾ ഞങ്ങൾ പുറത്തു നിന്നാണ് മേടിച്ചത്. ഞങ്ങളുടെ ഇവിടെ 1 കിലോ കറിയുടെ വില 80 രൂപയാണ്. പിന്നെ കറി നല്ലോണം തീ പിടിക്കാൻ വേണ്ടി കർപ്പൂരവും ചിരട്ടയും ഉപയോഗിച്ചു. ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് തീ കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് നമ്മുടെ ഷെഫിനെ അത് മിസ്സായി. നോക്കിയപ്പോൾ കണ്ടത് അപ്പുറത്ത് മാറി നിന്ന് വട്ടയില പറിക്കുന്നു. ഗ്രില്ലിൽ എണ്ണ തേക്കാൻ വേണ്ടിയായിരുന്നു വട്ടയില. കൂട്ടുകാരെ, നമ്മുടെ ഗ്രിൽഡ് ഫിഷിന് വേണ്ട റെസിപ്പി പറയാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, നാരങ്ങ നീര്, എണ്ണ ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പും മുളകും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മീനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി പിച്ചാത്തി വെച്ച് ചെറുതായി ഒന്ന് അരിയുക. വെട്ടിവെച്ച മീനിലേക്ക് മസാല നല്ലവണ്ണം പുരട്ടുക. മസാല നല്ലവണ്ണം പിടിച്ചതിന് ശേഷം ഗ്രില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. കൂട്ടുകാരെ, നമ്മുടെ മീൻ റെഡി ആവുന്നത് വരെ സമയം പോകാൻ ഒരു ചെറിയ ക്വിസ് പ്രോഗ്രാം. മത്സ്യവുമായി ബന്ധപ്പെട്ട ഒരു ക്വിസാണിത്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഉത്തരം: കരിമീൻ. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ്? ഉത്തരം: അയക്കുറ. മത്സ്യങ്ങളില്ലാത്ത കടൽ എന്നറിയപ്പെടുന്ന കടൽ ഏത്? ഉത്തരം: ചാവുകടൽ. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം: ഡോൾഫിൻ. കൂട്ടുകാരെ, ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം. ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഗ്രിൽഡ് ചെയ്ത മത്സ്യത്തിന്റെ പേരെന്ത്? ഉത്തരം അറിയാവുന്നവർ മറക്കാതെ കമന്റ് ചെയ്യണേ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗ്രിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ കൂടെ കഴിക്കാനുള്ള സവാളയിൽ നാരങ്ങ നീര് ചേർത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. വാവ്, സൂപ്പർ ആയിട്ടുണ്ട്, ഒരു രക്ഷയുമില്ല. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. വണ്ടർഫുൾ. കഴിയുമെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ.